ഇങ്ങനെ ജോലി തിരക്കിനിടയിൽ നിങ്ങൾ ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടോ? ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഒരു ശരാശരി വ്യക്തി 7 കൊല്ലമാണ് അയാൾ ഉറങ്ങാൻ ശ്രമിക്കാൻ വേണ്ടി ചെലവീയുന്ന സമയം. പക്ഷെ ഒരു നല്ല ഉറക്കം, ഒരു 8 hours ഓഫ് അല്ലെങ്കിൽ ഒരു 7 hours ഒരു ഉറക്കം കിട്ടണമെങ്കിൽ 26 കൊല്ലമാണ് അയാൾ ഉറക്കത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഡേ ടൈമിൽ ചെയ്യുന്ന പല ആക്ടിവിറ്റീസിൻ്റെയും ടോട്ടൽ എടുത്താൽ പോലും 26 കൊല്ലം വരുന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ അത്രയും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഉറക്കം. ഉറക്കത്തിനെ നമ്മൾ മെഡിക്കൽ ഭാഷയിൽ 2 ഭാഗങ്ങളായിട്ട് പിരിക്കാം. ഒന്ന് NREM സ്ലീപ്പ്, ഇനി ഒന്ന് REM സ്ലീപ്പ്. നമ്മൾ ഉറങ്ങി വരുമ്പോൾ NREM സ്ലീപ്പിലേക്കാണ് പോകുന്നത്. NREM സ്ലീപ്പിൽ 4 സ്റ്റേജസ് ഉണ്ട്. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ ഉറക്കം തുടങ്ങി വരുമ്പോൾ ഉള്ള സ്റ്റേജ്. നമ്മുടെ BP, ഹാർട്ട് റേറ്റ് എല്ലാം കുറയും, നമ്മൾ ആകെ ശാന്തനാവും. സ്റ്റേജ് 2, 3, 4 എത്തുമ്പോഴേക്കും ഈ ശാന്തത മുഴുവൻ നഷ്ടപ്പെടും. NREM സ്ലീപ്പിന്റെ സ്റ്റേജ് 3ലും സ്റ്റേജ് 4ലാണ് നിങ്ങൾ ഒരു ദിവസത്തിൽ പകൽ നേരത്തെ ചെയ്ത എല്ലാ കാര്യങ്ങളും ബ്രെയിൻ റിക്കളക്ട് ചെയ്ത് ഒരു മെമ്മറിയിലേക്ക് അതിനെ ഫിക്സ് ചെയ്യുന്നത്. വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫേസാണ് സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4 ഓഫ് NREM സ്ലീപ്പ്. ഈ REM സ്ലീപ്പിന്റെ പ്രത്യേകത നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും, ഹാർട്ട് റേറ്റ് കൂടും, ഭയങ്കരമായിട്ടുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് പോലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇതിലാണ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റിവിറ്റി സംഭവിക്കുന്നത്. നിങ്ങൾ പകലിൽ പല പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനേ ഇല്ലാത്ത ഒരു സമയത്താണ് നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ആ പ്രതിസന്ധിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ഉത്തരം REM സ്ലീപ്പിൽ കിട്ടും, നിങ്ങളുടെ സ്വപ്നങ്ങൾ വഴി. അങ്ങനെ പല സയൻറ്റിസ്റ്റുകൾക്കും ഈ REM സ്ലീപ്പ് ഉപയോഗകരമായിട്ടുണ്ട്. REM സ്ലീപ്പും REM സ്ലീപ്പും 90 മിനിറ്റ്സിൻ്റെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിൻ്റെ തുടക്കത്തിൽ കൂടുതൽ NREM സ്ലീപ്പാണ് ഡോമിനേറ്റ് ചെയ്യുക. പക്ഷേ ഉറക്കം 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ ബാക്കിയുള്ള അവസാനത്തെ 3 മണിക്കൂറിൽ REM സ്ലീപ്പാണ് ഏറ്റവും കൂടുതൽ ഡോമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 10 മണിക്ക് കിടന്നിട്ട് പെട്ടെന്ന് ഒരു 3 മണിക്ക് നീക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു 3 മണിക്കൂറിൻ്റെ ഉറക്കമല്ല, നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് 90% REM സ്ലീപ്പും ഒരു 10% NREM സ്ലീപ്പുമാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയാണ് അവിടെ നഷ്ടപ്പെടുന്നതെന്ന് നോക്കണം.